നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വൈദ്യുതി മുടങ്ങി പ്രദേശമാകെ ഇരുട്ടിലായി 6 ദിവസം പിന്നിട്ടതോടെ ഇന്നലെ പുറത്തൂർ KSEB സെഷൻ ഓഫീസിൽ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. ശക്തമായ മഴയും കാറ്റും തുടങ്ങിയതോടെയാണ് പുറത്തൂർ സെഷനു കീഴിൽ പലയിടത്തും വൈദ്യുതി ഇല്ലാതായത്. പുറത്തൂർ സെക്ഷന് കീഴിൽ 40-ലേറെ വൈദ്യുതി കാലുകളും മരങ്ങളും വീണും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒട്ടേറെ ട്രാൻസ്ഫോമറുകൾക്കും വൈദ്യുതി കമ്പികൾക്കും കേടുപാടുകളും പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ശരിയാക്കാൻ സെക്ഷനിലുള്ളത് 6 ലൈൻമാൻമാർ മാത്രം. ദിവസക്കൂലിക്കാരടക്കമുള്ള ഇത്രയും പേർ മാത്രം മെനക്കെട്ടാൽ ഇവിടെ വൈദ്യുതി പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനാകില്ലെന്നും നാട്ടുകാർ പറയുന്നു. സെക്ഷന് കീഴിലെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ഇരുട്ടിൽ തുടരുന്ന സ്ഥിതിയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പ്രതിഷേധവുമായി ഓഫീസിലെത്തി. നമ്മൾ ഇവിടെ 10 മിനിറ്റ് പൈസ അയക്കാം അല്ലെ ഞാൻ പോയിക്കണേ അതൊന്നും വെയിറ്റിംഗ് അപ്പൊ എന്ത് സുസ്കാര്യവാ ഇവിടെ ഇന്റെ മീറ്റർ കൊടുത്തോളൂ. ഞാൻ ഇന്ന് രാവിലെ മീറ്റിംഗ് എഞ്ചിനീയറോട് അടക്കം പറഞ്ഞതാണ്. ഇന്ന് ഭിന്നശേഷി കുട്ടിയാണ്, മനം പോകുന്ന അറിയില്ല. ആ കുട്ടിയെ പോയി ഞാൻ ഇവിടെ ശരിയായിട്ടില്ലെങ്കിൽ ആ ശരിയാവുന്ന വരെ ഞാൻ ഇവിടെ ഇരിക്കാൻ വേണ്ടി തീരുമാനം. മഴ മൂലം അടുത്തുള്ള ആലത്തിയൂർ, വെട്ടം, തിരുനാവായ, തിരൂർ സെക്ഷനുകളിലെല്ലാം വൈദ്യുതി മുടങ്ങിയിരുന്നു. എന്നാൽ ഇവിടെയെല്ലാം പൊട്ടിവീണ പോസ്റ്റും ട്രാൻസ്ഫോമറുകളും കേടുപാടുകൾ തീർത്ത് വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പുറത്തൂരിൽ മാത്രം ഇത് നടന്നിട്ടില്ല. മറ്റു സെക്ഷനുകളിൽ നിന്നുള്ള ജീവനക്കാരെ ഇവിടെ എത്തിച്ച് വൈദ്യുതി എത്തിക്കാനുള്ള ജോലികൾ ചെയ്തു തീർക്കണമെന്നാണ് ഇന്നലെ ഓഫീസിലെത്തി പ്രതിഷേധിച്ചവർ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം തിരൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ എത്തി പരാതിക്കാരെ കണ്ട് എത്രയും വേഗം പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. വെട്ട ന്യൂസ്, പുറത്തൂർ. ഏവിയേഷൻ, ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് 300-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ.